കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികൾ ആര് എന്ന പട്ടികയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കഴിഞ്ഞ കുറേ കാലമായി വളരെ സജീവമാണ് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ. LDFിൻ്റെയോ CPMൻ്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നില്ല. CPIയിലെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങളൊക്കെ വന്നിരുന്നു. കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഊഹാപോഹങ്ങൾ വരുന്നുണ്ട്, അവകാശവാദങ്ങൾ വരുന്നുണ്ട്, ഓരോരുത്തർ സ്വയം സ്ഥാനാർത്ഥികളാകുന്നുണ്ട്, കനകോലു റിപ്പോർട്ട് എന്ന് പറഞ്ഞ വിവരങ്ങൾ വരുന്നുണ്ട്. ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായി ചർച്ച നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് തോക്കാൻ പോകുന്നൊരു പ്രതിപക്ഷം എന്ന പ്രതീതിയായിരുന്നെങ്കിൽ പുതിയ യാത്രയും അതുണ്ടാക്കിയ ഒരു അന്തരീക്ഷവും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അതല്ല, ഒരു മാറ്റം ചിലപ്പോൾ വന്നേക്കും. അതൊരു പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFിനേറ്റ തിരിച്ചടി കൊണ്ടുകൂടിയായിരിക്കും. അങ്ങനെ ഒരു പൊതു സംസാരമുണ്ട്. എന്തായാലും കുറച്ചുകൂടെ ഗൗരവതരമായി വരുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ഏറ്റവും വേഗത്തിൽ പ്രഖ്യാപിക്കണം എന്തായിരുന്നു ഒരു മാസം മുൻപുണ്ടായ തീരുമാനം. പക്ഷേ ആ തീരുമാനം അനുസരിച്ച് മുന്നോട്ട് പോയപ്പോൾ തിരഞ്ഞെടുപ്പ് തീയതി ഒരു പക്ഷേ വൈകിയേക്കും. അതുകൊണ്ട് സ്ഥാനാർത്ഥി പട്ടിക തൽക്കാലം വേണ്ട, നേരത്തെ പ്രഖ്യാപിച്ചിട്ട് എന്ത് ഗുണം എന്നാണ് വളരെ പ്രധാനപ്പെട്ട നേതാവ് കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അതിൻ്റെ കാരണം നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചാൽ ഒരുപക്ഷെ രാഷ്ട്രീയ അന്തരീക്ഷം മാറിയേക്കാം, അയാൾക്കെതിരായ അറ്റാക്ക് മാറിയേക്കാം, കുറച്ച് സീറ്റുകൾ മാത്രമായിരിക്കും. അപ്പോൾ 20 സീറ്റ് സ്ഥാനാർത്ഥി അവർക്കെതിരെയുള്ള സോഷ്യൽ മീഡിയ അറ്റാക്ക് കൂടിയേക്കാം. അങ്ങനെ പലവിധ ഘടകമുണ്ട്. മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി പ്രചാരണത്തിന് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചത് പിറ്റേ ദിവസം മുതൽ പ്രചാരണത്തിനിറങ്ങണം, ഫണ്ട് വേണം, ബൂത്ത് കമ്മിറ്റികൾക്ക് പൈസ കൊടുക്കണം. അവിടെ മുതൽ ഒരു ഭാഗത്ത് വലിയ ചിലവ്, മറുഭാഗത്ത് സമൂഹ മാധ്യമങ്ങളുടെ വലിയ അറ്റാക്ക് ഉണ്ടാകാം. അപ്പോൾ ഇത് ഒറ്റപ്പെട്ടു പോകുന്നൊരു ഫീലുണ്ട്. സ്വാഭാവികമായും തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് അനുസരിച്ച് മാത്രമായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ പുതിയ യാത്ര തിരുവനന്തപുരം സമാപിക്കുന്ന തീയതിക്ക് മുൻപ് സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാകില്ല എന്നുള്ളതാണ് രാഷ്ട്രീയമായി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയും. ഓക്കെ, മാർഷൽ. ഞാനിന്ന് കാണുന്നത് ഈ നമ്മുടെ കൊട്ടാരക്കരയിൽ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത് NDAയുടെ കാൻഡിഡേറ്റായിട്ട് എത്താൻ പോകുന്ന ആൾ 2020യുടെ സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു വരുന്നതെന്ന് പറഞ്ഞു, അഖിൽമാരാണ്. എന്നാൽ ഇപ്പോൾ ഇന്ന് BJP അവിടുത്തെ കോൺഗ്രസിൻ്റെ മുൻ സ്ഥാനാർത്ഥിക്ക് R രശ്മിക്ക് ഷാൾ അണിയിച്ച് അവരെ സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും NDAയുടെ തന്നെ ഭാഗമായിട്ടുള്ള 2020 അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു എന്നുള്ള വാർത്ത ഇന്നലെ വന്നു. ഇന്നലെ നമ്മൾ ഇതേ ചർച്ച തന്നെ പറഞ്ഞിരുന്നു. അവിടെ അഖിൽമാരാണ്. അതെ, അപ്പോൾ അതാണ് അതിനകത്തൊരു രസം. അതിനകത്തൊരു കൊട്ടാരക്കരയിൽ ഒരു കൊട്ടാര വിപ്ലവം നടന്നിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും അഖിൽമാരാർക്ക് സ്ഥാനാർത്ഥിയാകണം. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. അദ്ദേഹത്തിന് പക്ഷേ അത് കോൺഗ്രസ്സുകാർ സീറ്റ് കൊടുക്കുന്നില്ല എന്ന് കാണുന്നു. അപ്പോൾ അദ്ദേഹം BJPയിൽ ചേരണോ എന്ന് കരുതിയിരിക്കുന്ന സമയത്ത് 2020 ഇവരുമായിട്ട് ഘടകകക്ഷിയായി. ഒറ്റ വലിയ നാടിയാണ് അത്. അഖിൽമാരാർ കോൺഗ്രസ് ആയിരുന്നു, അതിനുശേഷം വിമത സ്വഭാവത്തിലേക്ക് മാറി, പിന്നീട് BJPക്കൊപ്പം പോയി, ഇവിടെ BJPയിൽ നിന്ന് മാറിയിട്ടാണ് വന്നത്. അപ്പോൾ അദ്ദേഹം 2020യിൽ പോകുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയുള്ള നീക്കം നടത്തുമ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് ഐഷ പോറ്റിയുടെ ഒരു വിസ്മയം വന്നപ്പോൾ സ്ഥാനം നഷ്ടപ്പെട്ട ആളാണ് R രശ്മി. അപ്പോൾ R രശ്മി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ വളരെ നേട്ടം ഉണ്ടാക്കിയ സ്ഥാനാർത്ഥിയാണ്. കാരണം ബാലഗോപാൽ വളരെ ഫൈറ്റ് ചെയ്തിട്ടാണ് അവിടെ ജയിച്ചത്. ഐഷ പോറ്റി വൻ ഭൂരിപക്ഷമായിരുന്നെങ്കിൽ 10,000-ന് മുകളിൽ ജസ്റ്റ് അത്രയും വോട്ടിൻ്റെ വ്യത്യാസമേ വന്നുള്ളൂ. എന്ന് മാത്രമല്ല ഏറെക്കുറെ 10% വോട്ട് വർദ്ധിപ്പിച്ചു. ഇവർ വർദ്ധിപ്പിക്കുകയും ചെയ്തു, കൂടുതൽ രശ്മിക്ക് വരികയും ചെയ്തു. അവിടെ ജില്ലാ പഞ്ചായത്തുകളിൽ നിലനിർത്താതെ അവർ വിസ്മയമാക്കാൻ വേണ്ടി ഐഷ പോറ്റിയെ ഇറക്കിയപ്പോൾ പണ്ട് പറയുന്ന പോലെ കേരള കോൺഗ്രസ് പറയുന്ന പോലെ വാതിൽ തുറന്നെടുക്കും, എല്ലാവർക്കും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വാതിൽ തുറന്നിട്ടു ഒരിക്കൽ. അപ്പോൾ പറ്റിയെന്താ, ഇതിനകത്തുള്ളവരും പുറത്തു പോകും. പണ്ട് നാട്ടം പ്രയോഗമുണ്ട്, പിടിച്ചതുമില്ല ഒറ്റാലിൽ കിടന്നതുമില്ല. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ വന്ന് നിൽക്കുമ്പോൾ BJPക്ക് ഇതൊരു പ്രശ്നമായി മാറിയിരിക്കുക. ഇന്ന് BJPയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ R രശ്മിയെ അവിടെ മത്സരിപ്പിക്കണോ അതോ ഘടകകക്ഷിക്ക് കൊടുത്തിട്ട് 2020ക്ക് ആ സീറ്റ് കൊടുത്തതിന് ശേഷം ഒരു ധാരണയായിരുന്നു കേട്ടോ. കൊട്ടാരക്കര 2020ക്ക് കൊടുക്കാൻ ഒരു ധാരണയായിരുന്നു. അത് മനസ്സിലാക്കിയാണ് അഖിൽമാരാർ അങ്ങോട്ട് പോയത്. എന്തായാലും 2020ക്ക് കൊടുക്കണോ അതിനെയും BJP ഏറ്റെടുക്കണോ? ഇപ്പം ഇന്ന് നമ്മളറിയുന്ന വിവരം BJP അതിന് വേണ്ടി ശ്രമിക്കുന്നത്. കാരണം വക്കൽ മധു അവിടെ 2011 മത്സരിക്കുന്ന സമയത്ത് 4,000-5,000 വോട്ട് എന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് രാജേശ്വരി 6,000 അല്ലെങ്കിൽ ഒരു 10 താഴെയായിരുന്നു എപ്പോഴും BJPയുടെ വോട്ട്. പക്ഷെ കഴിഞ്ഞ തവണ തൊട്ട് 24,000, 28,000 എന്ന രീതിയിലേക്ക് വന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു 30,000 വോട്ട് സമാഹരിക്കാവുന്ന വലിയ പ്രസ്ഥാനമാണ് BJP എന്ന് വരികയും BJP അവിടെ നല്ല കാൻഡിഡേറ്റ് ഇടാൻ ശ്രമിക്കുമ്പോഴാണ് R രശ്മി വരുന്നത്. കോൺഗ്രസിലൂടെ UDFിലൂടെ വളരെ ശക്തമായ രീതിയിൽ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് R രശ്മി. അപ്പോൾ R രശ്മിയെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അവരുടെ വ്യക്തിപരമായ വോട്ടും BJPയുടെ വോട്ടുകൂടെ ലഭിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മത്സരം KN ബാലഗോപാലായിരിക്കും മിക്കവാറും അവിടെ മത്സരിക്കുക, മാറ്റം ഉണ്ടാവില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ബാലഗോപാലിന് ശക്തമായ ഒരു മത്സരം കൊടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അവിടെ കാണുന്നത്. പക്ഷേ അത് BJP ഈ 2020യെ എങ്ങനെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി എടുക്കുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ വിഷയം. അല്ല, ഞാൻ കാസർഗോട്ട് KM ഷാജി വരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം മുതൽ കേൾക്കുന്നതാണ്. കാരണം അഴീക്കോട് നിന്ന് തോറ്റ ശേഷം സത്യത്തിൽ KM ഷാജിക്ക് വേറെ മണ്ഡലങ്ങളൊന്നുമില്ല. മലപ്പുറത്ത് മുസ്ലിം ലീഗിന് ഒരുപാട് നേതാക്കളുണ്ട്. പിന്നെ മലപ്പുറം കഴിഞ്ഞാൽ നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാസർഗോഡാണ്
മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രം. പുള്ളിക്ക് താല്പര്യം വയനാടാണ്, പക്ഷേ അവിടെ സീറ്റും ഇല്ല. അവിടെ സീറ്റില്ല. കൽപ്പറ്റ എന്തായാലും കോൺഗ്രസ് കൊടുക്കില്ല. ഇഞ്ചി കൃഷിയൊക്കെ ആയിട്ട് നിൽക്കുമല്ലേ പുള്ളി ഇപ്പോൾ? അല്ലാതെ മൈസൂരിലായിരുന്നു, അത് കഴിഞ്ഞു. ഇദ്ദേഹം കേസും കഴിഞ്ഞു കേട്ടോ. പണ്ട് ആ കൊല്ലം കേസിൽ ജില്ലയിൽ അയാൾ ഇരവിപുരത്ത് ശിക്ഷിക്കപ്പെട്ടില്ല. വന്ന് കെ.എം. ഷാജി വയനാടെന്ന് പറഞ്ഞ് മത്സരിച്ചിട്ടുണ്ട്. അന്ന് ഇരവിപുരത്ത് കെ.എം. ഷാജി വയനാടെന്ന് പറഞ്ഞ് ഇരവിപുരത്ത് വന്ന് മത്സരിച്ച് തോറ്റുപോയതാണ്. കാസർഗോട്ടാണെങ്കിൽ പിന്നെ ഇദ്ദേഹത്തിന് സീറ്റ് ഒഴിവ് കിടക്കുന്നുണ്ട്. കാരണം 3 തവണ മത്സരിച്ച എന്നെ നെല്ലിക്കുന്ന ഇത്തവണ ഇല്ല. ആകെ 2 സീറ്റാണ്, 2 സീറ്റാണ് ലീഗിന്. ഒന്ന് മഞ്ചേശ്വരം, ഒന്ന് കാസർഗോഡ്. സംഘടനാപരമായി മുസ്ലിം ലീഗിന് കെ.എം. ഷാജിയെ കൊണ്ടുള്ള ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ ശക്തനായ നേതാവ് നിലവിൽ മുസ്ലിം ലീഗിന് കാസർഗോട്ടില്ല. സംഘടന ഉണ്ടെങ്കിലും നേതാവില്ല. ചെർക്കള അബ്ദുള്ളയ്ക്ക് ശേഷം അങ്ങനെ ശക്തനായ ഒരു നേതാവ് അവിടെ ഇല്ല. അപ്പോൾ കെ.എം. ഷാജിയെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ സംഘടനാപരമായി അവിടെ ലീഗിന് ഗുണം ചെയ്യും എന്നതാണ് കെ.എം. ഷാജിയും അവിടെ ഉന്നയിക്കുന്ന പ്രധാന ക്ലെയിം. പിന്നെ ഷാജിക്ക് എന്തായാലും ജയിക്കും. ഭരണം കിട്ടുകയാണെങ്കിൽ കാസർഗോഡിൻ്റെ അക്കൗണ്ടിൽ മന്ത്രിസ്ഥാനവും കിട്ടും. കാരണം മലപ്പുറത്ത് ഓൾറെഡി മന്ത്രിമാരൊക്കെ വെയിറ്റ് ചെയ്യുകയാണല്ലോ. അപ്പോൾ അങ്ങനെയാണ്. പക്ഷേ അതിനൊരു ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ അതിന് എതിർപ്പുണ്ടായിരുന്നു. കലക്ടർ മായിനാജി അതിശക്തമായ എതിർപ്പുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ തദ്ദേശീയരായ ആൾക്കാർ വേണം എന്നതാണ്. പക്ഷേ ഷാജി കൂടി വരികയാണെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ഓൾറെഡി അവിടെ UDFന്റെ ഒരു തലപ്പൊക്കമുള്ള നേതാവായി കഴിഞ്ഞു കാസർഗോഡ് ജില്ലയിൽ. അപ്പോൾ ഷാജിയും ഉണ്ണിത്താനും ഒക്കെ വന്നു കഴിഞ്ഞാൽ കാസർഗോഡ് ജില്ലയിൽ നല്ലൊരു പെർഫോമൻസ് തൃക്കരിപ്പൂരും ഉദുമയിലും ഒക്കെ കാഴ്ചവെക്കാൻ കഴിയുമെന്നതാണ് ഇപ്പോൾ ഒരു UDFന്റെ ഒരു വിലയിരുത്തൽ. മാത്രമല്ല LDFൽ ഒരു പ്രശ്നമുണ്ട്. കാരണം ഈ LDFൽ ഒരു സംസ്ഥാന തലത്തിലുള്ള ഒരു പ്രതിച്ഛായുള്ള നേതാക്കൾ നിലവിൽ കാസർഗോഡില്ല. പി കരുണാകരനോ അതിനു മുമ്പ് പി രാഘവനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനുശേഷം അതൊരു സംസ്ഥാന അടിസ്ഥാനത്തിൽ എടുത്തു പറയത്തക്ക വലിയ നേതാക്കളൊന്നുമില്ല. അത് സംഘടനാപരമായി അവിടെ ഇടതുപക്ഷം നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഷാജി അവിടെ പ്ലേസ് ചെയ്യാനുള്ള സാധ്യതകൾ UDF അത് ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. പോയിന്റ് ആഡ് ചെയ്യാനുള്ള സമയമുണ്ടെങ്കിൽ ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് പി കരുണാകരൻ കാസർഗോഡ് നിന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ലെഗസി നേതാവാണെന്ന് പറയാം. AKG മത്സരിച്ചിട്ടുണ്ട്, EK നായർ മത്സരിച്ചിട്ടുണ്ട്. അതൊക്കെ അതിന് പുറത്തുനിന്ന് വന്നവരാന്ന് പറയാം അല്ലേ. പക്ഷേ പിന്നീട് വന്ന തലമുറയിൽ KP സതീഷ് ചന്ദ്രനായിരുന്നു പ്രോമിസിംഗ് ആയ ഒരു ലീഡറായി വന്നത്. പക്ഷേ അദ്ദേഹം അങ്ങനെ പാർലമെന്ററി പ്ലേസിൽ ഇപ്പോൾ MLA ആയി നല്ല പേരുണ്ടാക്കി, കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ആയി. എങ്കിലും അങ്ങനെ ഒരു മന്ത്രിസഭയിലേക്കോ അങ്ങനെയൊന്നും അതായത് കണ്ണൂരിന്റെ പ്രഭാവം ഇങ്ങനെ കത്തി നിൽക്കുന്നുണ്ട്. കാസർഗോഡ് നല്ല കഴിവുള്ള കുറേ നേതാക്കൾ CPM-ന്റെ സംഘടനാ രീതിയൊക്കെ അനുസരിച്ച് കഴിവുണ്ടായിട്ടൊന്നും കാര്യമില്ലോ, പ്ലേസ് ചെയ്യപ്പെടണ്ടേ. അതുണ്ടായില്ല. ഇനി ഞാൻ പറഞ്ഞത് ഞാൻ CPM-ന്റെ പറഞ്ഞു വന്നത് ഞാൻ കോൺഗ്രസ് കൂടി പറയാനാണ്. കോൺഗ്രസിൽ നിന്ന് KP കുഞ്ഞിക്കണ്ണൻ എന്നൊരു മനുഷ്യനല്ലാതെ സമീപം ഒരു ദീർഘകാലത്ത് ഒരു 10, 30, 40 വർഷത്തെ കോടോത്ത് കോരുന്നാൽ പിന്നെയും അദ്ദേഹം അവിടുത്തെ പ്രമുഖ അഭിഭാഷകനായിരുന്നു, കോൺഗ്രസ് നേതാവായിരുന്നു, DC പ്രസിഡന്റ് ആയിരുന്നു. കരുണാകരൻ ഈ വിഭാഗീയതയുടെ കാലത്ത് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടു. അന്ന് അദ്ദേഹം I ഗ്രൂപ്പിന്റെ ഭാഗം മത്സരത്തിലൊക്കെ ഉണ്ടെങ്കിലും കാസർഗോഡ് ചെറിയ പ്രായത്തിലെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവ് ഇപ്പോഴും KP കുഞ്ഞാണ്. അദ്ദേഹം ഒരു തവണ മത്സരിച്ചു ഒരേ ഒരു തവണ. അദ്ദേഹം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആയിരിക്കും അവിടെ ഒരു യാത്ര നടത്തിയത്. കാസർഗോഡ് ഇളക്കി മറിച്ച് യാത്ര. അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ വിജയം ഉണ്ടായത്. എനിക്ക് ചെറിയ പ്രായത്തിൽ കാസർഗോഡാണ് എന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയില്ല. എന്തായാലും അന്ന് ഈ യാത്ര കണ്ടിട്ടുള്ളതാണ്. അതിനപ്പുറത്തേക്ക് KP കുഞ്ഞിക്കണ്ണന്റെ കാലത്തിന് ശേഷം ഒരു നല്ല നേതാവിനെ കാട്ടാൻ കാസർഗോഡ് എന്ന് ഇപ്പോൾ പല നേതാക്കൾ, ഇപ്പം ഉണ്ണി അവിടുത്തുകാരൻ, ഉണ്ണിക്ക് പറയാം പെരിയ ഗംഗാധരൻ നായർ, അങ്ങനെ പല നേതാക്കളുടെ പേരുണ്ട്. ഒരു നേതാവ് അപ്പൊ ഞാൻ പറയുന്നത് കാസർഗോഡ് മുസ്ലിം ലീഗ് മത്സരിക്കും, കാഞ്ഞങ്ങാടും തൃക്കരിപ്പൂരും ഉദുമയുണ്ട്. ആകെ ജയിക്കാൻ സാധ്യതയുള്ള ഉദുമയിലാണ്. ഉദുമയിൽ KP കുഞ്ഞിക്കണ്ണൻ. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 2014 T സിദ്ദീഖ് മത്സരിക്കുമ്പോൾ വളരെ ചെറിയ 3500 വോട്ടിന്റെയൊക്കെ ലീഡ്. തൃക്കരിപ്പൂരും ഉദുമയും ജയിക്കാൻ സാധ്യതയുണ്ട്. കാഞ്ഞങ്ങാട് ജയിക്കാൻ കാഞ്ഞങ്ങാട് നല്ല കാൻഡിഡേറ്റ് പ്ലേസ് ചെയ്തത് പഴയ ഹോസ്ദുർഗ്. അപ്പോൾ അവിടെ മോശമല്ല. ഞാൻ പറയുന്നത് കാസർഗോഡ് ജില്ലയെ പൊതുവിൽ അവഗണിക്കപ്പെടുന്നു എന്ന വികാരം കാസർഗോഡ് ജില്ലക്കാർക്ക് കാലാകാലങ്ങളായി ഉണ്ട്. രാഷ്ട്രീയമായിട്ടാണെങ്കിലും സാമൂഹ്യമായിട്ടാണെങ്കിലും, അത് CPM-ന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും, ഇനി അത് BJP-യുടെ ഭാഗത്ത് നിന്ന് പിന്നെയും കുറെ കൂടി പരിഹരിക്കപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ രവീശ് അടക്കമുള്ളവർ അങ്ങനെ അല്ല. ഞാൻ പറഞ്ഞത് ഞാൻ കാസർഗോഡ് ജില്ലയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമായ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുമ്പോൾ കാസർഗോഡ് അവഗണിക്കപ്പെടുന്നു എന്നത് വലിയൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. തെക്ക് നിന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ പോയി കോൺഗ്രസിന് വേണ്ടി വിജയിക്കേണ്ടി വന്നു. ഇനി മധ്യകേരളത്തിൽ നിന്നോ മലബാറിൽ നിന്നോ മറ്റൊരു മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി അവിടെ പോയി വിജയിക്കേണ്ടി വരുന്നു. അവിടെ എന്താ ആളില്ല. ജില്ലയിൽ പുറത്തു നിന്നുള്ള ആളുകളെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് എപ്പോഴും വിജയിക്കാം എന്ന് കരുതുന്നത് എന്തടിസ്ഥാനത്തിലെന്നോ വലിയ ചോദ്യം ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. കാസർഗോഡുകാരുടെ വികാരമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ പത്തനംതിട്ട ജില്ലയിലാണെങ്കിൽ അങ്ങനെ പുറത്തുനിന്ന് ആളുകളെ കൊണ്ട് ഇങ്ങനെ ഇതൊക്കെ ചെറിയ ഒറ്റപ്പെട്ട കാര്യങ്ങൾ. ഞാൻ പറഞ്ഞ ഒരു സീറ്റിന്റെ കേവലമായ സീറ്റിന്റെ പ്രശ്നമല്ല. കാസർഗോഡ് എന്നൊരു ലീഡർ, അത് നിങ്ങൾ BJP ആയിക്കോട്ടെ, നിങ്ങൾ CPM ആയിക്കോട്ടെ, നിങ്ങൾ CPI ആയിക്കോട്ടെ. CPIക്ക് പക്ഷേ വന്നിട്ടുണ്ട് കേട്ടോ, ഈ ചന്ദ്രശേഖരൻ മന്ത്രിയാണ്. കോൺഗ്രസ് ആയിക്കോട്ടെ, അവിടെ നിന്നൊരു കൊള്ളാവുന്ന ലീഡർഷിപ്പ് ഉയർത്തിക്കൊണ്ടുപോവാ. എന്താണ് അതിന്റെ തടസ്സം?